പ്രണയം രണ്ട് ഹൃദയങ്ങൾ ഒന്നിച്ച് രചിക്കുന്ന മനോഹരമായ ഒരു കവിതയാണ്. ഓരോ ഹൃദയമിടിപ്പും ഒരു വരിയാകും. ഓരോ നോട്ടവും ഒരിക്കലും അവസാനിക്കാത്ത ഒരു വാഗ്ദാനമായി മാറും. പക്ഷേ അവരിലൊരാൾ ആ ആത്മബന്ധത്തോട് കാണിക്കുന്നത് വഞ്ചനയാണെങ്കിലോ? പ്രാണൻ പോലും പകുത്തു നൽകാൻ ഒരാൾ തയ്യാറാകുമ്പോൾ ഒപ്പമുള്ളയാൾ ആ പ്രാണൻ എടുക്കാൻ മടിയില്ലാത്തയാളാണെങ്കിലോ? അത്തരം വഞ്ചകരുടെ കൂടിയാണ് ഈ ലോകം. കാമാസക്തിയാൽ ശരീരം മാത്രം മോഹിച്ച് ആ കഴുകന്മാർ നമുക്ക് ചുറ്റും പതിഞ്ഞിരിക്കുന്നുണ്ടാകും. അവർക്ക് പ്രണയം ഒരു ഉപകരണം മാത്രമാകും. അങ്ങനെ ഒരു കഥയാണ് ഇന്ന്. ഇതൊരു പഴയ കഥയാണ്. പക്ഷേ അതിൻ്റെ നൊമ്പരവും നോവും ഇന്നും ഉണങ്ങാത്ത ചിലർ ഈ നാട്ടിൽ ഇപ്പോഴും ബാക്കിയുണ്ട്. ഏതാണ്ട് 40 വർഷം മുൻപാണ് കാടും കോടമഞ്ഞും നിറഞ്ഞ ഹൈറേഞ്ചിനെയും കായലുകളുടെ നാടെന്നറിയപ്പെടുന്ന ആലപ്പുഴയും ഒരുപോലെ ഞെട്ടിച്ച ഒരു ക്രൂര കൊലപാതകം. കുറ്റകൃത്യം നടന്നത് ഒരു കായൽ തീരത്താണ്. പക്ഷേ കൊലപാതകിയെ തിരഞ്ഞ് പോലീസ് ഏലമലക്കാടുകളിലേക്കുള്ള ചുരം കയറി. ആലപ്പുഴ കായലുകളുടെയും നെൽവയലുകളുടെയും നാടാണ്. പ്രകൃതി കനിഞ്ഞു നൽകിയ സൗന്ദര്യം ആ നാടിനെ എക്കാലവും സവിശേഷമാക്കുന്നുണ്ട്. അവിടെ മാവേലിക്കര എന്ന കൊച്ചുപട്ടണം, സമാധാനത്തോടെ ജീവിക്കുന്ന നാട്ടുകാർ. പക്ഷേ 1980കളുടെ അവസാനം ഡിസംബർ മാസത്തിലെ മഞ്ഞു വീഴുന്ന ഒരു പുലരിയിൽ ആ നാട്ടുകാർ ഉറക്കമുണർന്നത് ഞെട്ടിപ്പിക്കുന്ന ഈ വാർത്ത കേട്ടാണ്. രാവിലെ 8 മണി, മാവേലിക്കര പോലീസ് സ്റ്റേഷൻ, ആലപ്പുഴ. കുറ്റകൃത്യങ്ങൾ അധികമൊന്നും റിപ്പോർട്ട് ചെയ്യാത്തൊരു പോലീസ് സ്റ്റേഷനാണത്. തീർത്തും സാധാരണക്കാരായ നാട്ടുകാർ ചെറിയ തൊഴിലുകളും കൃഷിയുമൊക്കെയായി സമാധാനത്തോടെ മുന്നോട്ടു പോകുന്നു. അതുകൊണ്ട് തന്നെ മാവേലിക്കര സ്റ്റേഷനിലെ പോലീസുകാർക്കും വലിയ തിരക്കുകളോ ജോലി സമ്മർദ്ദമോ ഉണ്ടാകാറില്ല. അന്നും പതിവ് ജോലികളിൽ മുഴുകിയിരിക്കുകയായിരുന്നു ഉദ്യോഗസ്ഥർ. പെട്ടെന്നാണ് ഓടിക്കിതച്ച് വിയർത്തൊലിച്ച് ഒരു മനുഷ്യൻ ആ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരുന്നത്. അരുതാത്തതെന്തോ കണ്ട് ഭയന്ന മുഖം. കിതപ്പ് മാറും മുമ്പ് തന്നെ അയാൾ പോലീസുകാരോട് എന്തൊക്കെയോ വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. പാതി വാക്കുകൾ മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. സാർ, അവിടെ നമ്മുടെ LP സ്കൂളിലെ ക്ലാസ് മുറിക്കുള്ളിൽ ഒരു പെൺകുട്ടി. ഒന്ന് പെട്ടെന്ന് വരണം സാർ. പോലീസുകാർ കസേരയിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു. സമീപകാലത്തൊന്നും അത്തരമൊരു സംഭവം ആ സ്റ്റേഷൻ പരിധിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പെട്ടെന്നുണ്ടായ ഞെട്ടലിൽ നിന്ന് സമചിത്തത വീണ്ടെടുത്ത SIയും പോലീസുകാരും സ്റ്റേഷന് പുറത്തേക്ക് കുതിച്ചു. നിർത്തിയിട്ടിരുന്ന ജീപ്പിൽ ചാടിക്കയറി. വിവരമറിയിക്കാനെത്തിയ മധ്യവയസ്കനെയും അവർ ഒപ്പം കയറ്റി. ജീപ്പ് സ്റ്റേഷൻ കോമ്പൗണ്ട് വിട്ട് കുതിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ പോലീസ് ജീപ്പ് സ്കൂളിന് മുന്നിലെത്തി. അവിടെ ഒരു ക്ലാസ് മുറിക്ക് മുന്നിൽ ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു. SIയും സംഘവും ജീപ്പിൽ നിന്നും ചാടിയിറങ്ങി. ഒറ്റ കുതിപ്പിന് ചെറുപ്പക്കാരനായ SI ക്ലാസ് മുറിക്ക് മുന്നിലെത്തി. ആൾക്കൂട്ടത്തെ വകഞ്ഞുമാറ്റി അയാളും ആ സംഘവും ക്ലാസ് മുറിക്കുള്ളിലേക്ക്. അവിടെ ആ ഉദ്യോഗസ്ഥർ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. സുന്ദരിയായ ഒരു പെൺകുട്ടി ആ തണുത്തു മരവിച്ച സിമന്റ് തറയിൽ ചലനമറ്റ് കിടക്കുന്നു. പഴയൊരു ഷിഫോൺ സാരിയാണ് അവളുടെ വേഷം. പരമാവധി 22 വയസ്സ് പ്രായമുണ്ടാകും. സാരി ശരീരത്തിൽ നിന്ന് അങ്ങിങ്ങായി മാറിയാണ് കിടക്കുന്നത്. മുടി അഴിഞ്ഞുലഞ്ഞ അവസ്ഥയിൽ. കഴുത്തിലും മുഖത്തും അടിയേറ്റ ചുവന്ന പാടുകൾ. സാരിയുടെ മുന്താണി കൊണ്ട് ആ പെൺകുട്ടിയുടെ കഴുത്തിൽ കുരുക്കിട്ടിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ കാര്യം മനസ്സിലായി. കൊലപാതകമാണ്. അവൾ ഉടുത്തിരുന്ന സാരി ഉപയോഗിച്ച് തന്നെ അവളെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു. SIയും സംഘവും അടുത്തിരുന്ന് വിശദമായി പരിശോധിച്ചു. നാട്ടുകാർ ഭയപ്പാടോടെ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. അസ്വാഭാവികമായി മറ്റൊന്നും ആ ക്ലാസ് മുറിയിൽ നിന്ന് കണ്ടെത്താനായില്ല.
പെൺകുട്ടിയെ അടിമുടി ഒന്നുകൂടി നിരീക്ഷിച്ച SI അവളുടെ വലത് കൈ ചുരുട്ടിപ്പിടിച്ചിരിക്കുന്നതായി കണ്ടു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ കൈക്കുള്ളിൽ ആരുടെയോ ഒരു പിടി മുടിനാരുകൾ. ആ നാട്ടിൽ അങ്ങനെയൊരു കൊലപാതകം സമീപ നാളുകളിൽ ഉണ്ടായിട്ടില്ല. വാർത്ത കേട്ടവർ സ്കൂൾ കെട്ടിടത്തിലേക്ക് എത്തിക്കൊണ്ടേയിരുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സ്കൂൾ കോമ്പൗണ്ടിന് ചുറ്റും ആളുകൾ തടിച്ചുകൂടി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പെൺകുട്ടിയുടെ മൃതദേഹം പോലീസ് പുറത്തേക്കെടുത്തു. പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കൂ. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആംബുലൻസിൽ കയറ്റി അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിലേക്ക് അയച്ചു. നടുക്കുന്ന ആ കാഴ്ചയിൽ നിന്ന് ഏറെ നേരം കഴിഞ്ഞിട്ടും നാട്ടുകാർ മുക്തരായില്ല. ആളുകൾ പരസ്പരം ചോദിച്ചു, ആരാണ് ആ പെൺകുട്ടി? ഈ നാട്ടിൽ ഇതിനു മുൻപ് കണ്ടിട്ടില്ലല്ലോ. അവൾ എവിടെ നിന്നാണ് വന്നത്? ഈ വാർത്ത കേട്ട് അവിടെ എത്തിയ ഒരാൾക്കും ആ പെൺകുട്ടിയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. താലൂക്ക് ആശുപത്രി മോർച്ചറി. മൃതദേഹത്തിന്റെ പ്രേതവിചാരണ നടന്നു. മൃതദേഹ പരിശോധനയിൽ പെൺകുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് കണ്ടെത്തി. ഒപ്പം ഞെട്ടിക്കുന്ന മറ്റ് 2 വിവരങ്ങൾ കൂടി. 1, അവൾ 4 മാസം ഗർഭിണിയായിരുന്നു. 2, കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുൻപും ആരോ അവളുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പോലീസിനും ഫോറൻസിക് വിദഗ്ധർക്കും ലഭിച്ച പ്രധാന തെളിവ് അവൾ കൈപ്പത്തിക്കുള്ളിൽ മുറുകെ പിടിച്ചിരുന്ന ആ തലമുടി നാരുകളാണ്. മരിക്കുന്നതിന് തൊട്ടു മുൻപുള്ള പ്രവൃത്തിയാണത്. അതിനെ കഡാവറിക് സ്പാസം എന്ന് വിളിക്കുന്നു. ശ്വാസം മുട്ടിയപ്പോൾ അവൾ മരണവെപ്രാളത്തിൽ കൊലയാളിയുടെ തലമുടിയിൽ മുറുകെ വലിച്ചപ്പോൾ ഊരിവന്ന മുടികളാണത്. പുരുഷന്റേതെന്ന് തോന്നിപ്പിക്കുന്ന ആ മുടി കൊലപാതകയുടേത് തന്നെയാകാനാണ് സാധ്യത. കൊലയാളിയെ കുറ്റകൃത്യവുമായി കൂട്ടിയിണക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണത്. കഴുത്തു ഞെരിച്ചപ്പോൾ ആ പെൺകുട്ടി ഉറക്കെ നിലവിളിച്ചിരിക്കും. മുഖത്തെ പാടുകൾ കൊലയാളി അവളുടെ വായ പൊത്തിപ്പിടിച്ചപ്പോൾ ഉണ്ടായതുമാകാം. പക്ഷേ പോലീസിനെ ഞെട്ടിക്കുന്ന മറ്റൊരു വിവരവും ഫോറൻസിക് വിദഗ്ധർ പങ്കുവച്ചു. ലൈംഗിക വീഴ്ചയുണ്ടായെങ്കിലും ബലാത്സംഗത്തെ സൂചിപ്പിക്കുന്ന ബലപ്രയോഗത്തിന്റെ ലക്ഷണങ്ങൾ ശരീരത്തിൽ കണ്ടെത്താനായില്ല. മാവേലിക്കര പ്രൈമറി സ്കൂൾ. ഇതിനിടെ SI തന്റെ സംഘത്തിലുണ്ടായിരുന്ന ഒരു പോലീസുകാരനെ സ്ഥലത്ത് ഒരു വട്ടം കൂടി പരിശോധന നടത്താനായി അയച്ചു. ഏറെ നേരം സ്കൂൾ കെട്ടിടത്തിന് സമീപം പരിശോധന നടത്തിയ പോലീസ് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ ഒരു ഹാൻഡ് ബാഗ് അവിടെ നിന്നും കണ്ടെത്തി. സ്കൂൾ പരിസരത്തെ ഒരു ചെടിയുടെ ചുവട്ടിൽ നിന്നാണ് കണ്ടെത്തിയത്. യുവതിയുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ബാഗിനുള്ളിൽ നിന്നും കണ്ടെത്തിയതോടെയാണ് ബാഗ് യുവതിയുടേതെന്ന് തന്നെ പോലീസ് ഉറപ്പിച്ചത്. ബാഗിനുള്ളിൽ നിന്ന് ഒരു സാരിയും ബ്ലൗസും 1-2 ബസ് ടിക്കറ്റുകളും മാവേലിക്കരയിലെ ഒരു സിനിമാ തിയേറ്ററിന്റെ 2 ടിക്കറ്റുകളും പോലീസിന് ലഭിച്ചു. പോലീസിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് ആ ഫോട്ടോഗ്രാഫ് നൽകിയത്. കാരണം മറ്റൊന്നുമല്ല, ആ ഫോട്ടോയ്ക്ക് പിന്നിൽ തൊട്ടടുത്ത സ്റ്റുഡിയോയുടെ പേരും സ്ഥലവും അടയാളപ്പെടുത്തിയിരുന്നു. ആ പേര് വായിച്ച SI വീണ്ടും നടുങ്ങി. മാവേലിക്കരയിൽ നിന്നും കിലോമീറ്ററുകൾ ദൂരെ ഹൈ റേഞ്ചിലുള്ള ഒരു സ്ഥാപനത്തിന്റെ പേരായിരുന്നു അത്. KK റോഡ്, കോട്ടയം കുമളി റോഡ്. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം SIയും സംഘവും ഉടൻ തന്നെ ഹൈറേഞ്ചിലേക്ക് പുറപ്പെട്ടു. വളരെ ചെറിയ ജംഗ്ഷനിലാണ് ആ പോലീസ് ജീപ്പ് യാത്ര അവസാനിപ്പിച്ചത്. ആകെ 3-4 കടകൾ മാത്രം. അതിലൊന്നൊരു സ്റ്റുഡിയോയാണ്. കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ ഫോട്ടോയുടെ പിന്നിൽ കണ്ട അതേ പേരുള്ള സ്റ്റുഡിയോ. പോലീസുകാർ സ്റ്റുഡിയോയിലേക്ക് എത്തി. ഒരു ചെറുപ്പക്കാരനുണ്ട് കൗണ്ടറിൽ. മുഖവുരയൊന്നുമില്ലാതെ കയ്യിൽ പിടിച്ച ഫോട്ടോ നീട്ടിക്കാണിച്ച് SI ചോദിച്ചു, ഈ പെൺകുട്ടിയെ പരിചയമുണ്ടോ? ചെറുപ്പക്കാരൻ 1-2 സെക്കൻഡ് ആ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കി. പിന്നീട് തനിക്ക് കുട്ടിയെ അറിയാമെന്ന ഭാവത്തിൽ തലയാട്ടി. SIയോട് അവൻ ചില വിവരങ്ങൾ പങ്കുവച്ചു. പോലീസ് സംഘം ഒട്ടും വൈകിപ്പിച്ചില്ല. അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. ആ ഫോട്ടോഗ്രാഫറിൽ നിന്ന് പെൺകുട്ടി ആരാണ് എന്ന കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചിരുന്നു. സമയം വൈകിക്കാതെ പോലീസ് സംഘം
ഫോട്ടോഗ്രാഫർ പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു, ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക്. അപ്പോഴും അവരെ ആശങ്കപ്പെടുത്തിയിരുന്ന ഒരു കാര്യമുണ്ട്. പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നറിഞ്ഞാൽ ആ കുടുംബത്തിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നതായിരുന്നു അതിൽ പ്രധാനം. അതുകൊണ്ട് തന്നെ അവൾ മരിച്ചു എന്ന വിവരം തൽക്കാലം കുടുംബത്തോട് മറച്ചുവെക്കാൻ അവർ തീരുമാനിച്ചു. ഹൈ റേഞ്ച് കാർഡ്ബം ഹിൽസ്. നേരം സന്ധ്യ കഴിഞ്ഞു. കുറച്ചു നേരം മുമ്പ് പെയ്തു തോർന്ന മഴവെള്ളം റോഡിൽ അങ്ങിങ്ങായി കെട്ടിക്കിടക്കുന്നുണ്ട്. ഏലമലക്കാടുകൾക്കിടയിലൂടെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന വീതി കുറഞ്ഞ വഴിയിലൂടെ ആ പോലീസ് ജീപ്പ് മുന്നോട്ട് നീങ്ങി. കൂറ്റൻ മരങ്ങളപ്പാടെ വിഴുങ്ങിക്കളയുന്നത് പോലെ കോടമഞ്ഞിടയ്ക്കിടെ ഉയർന്നു വരുന്നു. ജീപ്പ് കയറ്റം കയറിയെത്തിയത് ഒരു ലയത്തിനു മുന്നിലാണ്. തകര ഷീറ്റ് മേഞ്ഞ നീളൻ കെട്ടിടങ്ങൾ. പലതിലും ചുവരുകളിലെ കുമ്മായം അടർന്നു മാറിയിട്ടുണ്ട്. ഫോട്ടോഗ്രാഫർ പറഞ്ഞതിനനുസരിച്ച് ആദ്യത്തെ ലയത്തിനു മുന്നിൽ തന്നെ ജീപ്പ് നിർത്തി. ആ ലയത്തിലെ ആദ്യ വീടാണ് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടേത്. SIക്കൊപ്പം പോലീസുകാരും ആ വീട് ലക്ഷ്യമാക്കി നടന്നു. SI വാതിലിൽ മുട്ടി. ഒരാൾ വാതിൽ തുറന്നു. പിന്നിൽ നൈറ്റി ധരിച്ച 50 വയസ്സ് പ്രായം തോന്നിക്കുന്ന സ്ത്രീ. ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും, നിർധന കുടുംബം. പോലീസിനെ കണ്ട് അവരും ഭയന്നു. എന്താണ് സാർ, എന്താണ്? ഞങ്ങൾ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. നിങ്ങളുടെ മകളെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. മകളിപ്പോൾ ഇവിടെയില്ലേ? ആ ദമ്പതികളുടെ മുഖത്ത് വീണ്ടും ഭയം നിറഞ്ഞു. അങ്കലാപ്പോടെ ആ അമ്മ ചോദിച്ചു, എന്താ സാർ, അവൾക്ക് എന്തു പറ്റി? 2 ദിവസം മുന്നേ പോയതാണ്. ചങ്ങനാശ്ശേരിയിലുള്ള ചെറിയമ്മയുടെ വീട്ടിലേക്കാണ് പോയത്. ആ മറുപടി മതിയായിരുന്നു പോലീസിന്. കൂടുതലൊന്നും കുടുംബത്തോട് വെളിപ്പെടുത്താൻ അപ്പോൾ അവർ തയ്യാറായില്ല. ചില അന്വേഷണത്തിന്റെ ഭാഗമായി മാത്രം വന്നതാണെന്ന് പറഞ്ഞ് പോലീസ് സംഘം അവിടെ നിന്നിറങ്ങി. എന്തു പറയണം, എന്തു ചോദിക്കണമെന്നറിയാതെ ആ മാതാപിതാക്കൾ തരിച്ചു നിന്നു. ആശങ്ക അപ്പോഴേക്കും കണ്ണുനീരിന്റെ രൂപത്തിൽ ആ അമ്മയുടെ കവിളുകളിലൂടെ 2 നീർച്ചാലുകളായി ഒഴുകിക്കഴിഞ്ഞിരുന്നു. പോലീസ് സംഘം തൊട്ടടുത്ത കവലയിലേക്കാണ് പുറപ്പെട്ടത്. അവിടെ ഒരു ചായക്കടയ്ക്ക് മുന്നിൽ അവർ വണ്ടി നിർത്തി. ചായക്കടയിലെ പഴയ മരബെഞ്ചിലിരുന്ന SI അടുത്തുണ്ടായിരുന്ന മധ്യവയസ്കരോട് ചിലത് ചോദിച്ചറിഞ്ഞു. മാവേലിക്കരക്കാർ ആരെങ്കിലും ഇവിടുത്തെ തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ടോ? SIയുടെ ചോദ്യം കേട്ട മധ്യവയസ്കരും ചായക്കടക്കാരനും പരസ്പരം നോക്കി. ഒന്നാലോചിച്ച ശേഷം അവരിൽ ഒരാൾ പറഞ്ഞു, മാവേലിക്കരക്കാരൻ ഒരു സുരേന്ദ്രൻ ഇവിടെയുള്ള എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നുണ്ട് സാർ. കുറച്ച് വർഷങ്ങളായി ഇവിടെ ഉണ്ട്. പിന്നെ ഇന്നലെയാണ് അവർ നാട്ടിൽ പോയി തിരിച്ചു വന്നത്. കൊലപാതകി ആരെന്നത് സംബന്ധിച്ച് ഏകദേശ രൂപം പോലീസ് സംഘത്തിന് മുന്നിൽ അപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞിരുന്നു. എവിടെയാണ് അവർ താമസിക്കുന്നത്? SI ചോദിച്ചു. മധ്യവയസ്കരിൽ ഒരാൾ സുരേന്ദ്രൻ താമസിക്കുന്ന വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു നൽകി. പിന്നെ ഒട്ടും വൈകിയില്ല. പോലീസ് ജീപ്പ് ആ വഴി ലക്ഷ്യമാക്കി കുതിച്ചു. ഓടിട്ട ചെറിയൊരു വീടിന് മുന്നിലാണ് ആ ജീപ്പ് നിന്നത്. സമയം രാത്രിയായിരിക്കുന്നു. ഒരു ചെറിയ മഞ്ഞ ലൈറ്റ് മാത്രം വീടിന് മുന്നിൽ മങ്ങിക്കത്തുന്നുണ്ട്. പോലീസുകാർ വാതിലിന് മുന്നിലെത്തി. ഒരാൾ വാതിൽ മുട്ടി. അകത്താളുണ്ടോ എന്ന സംശയം. ഒരിക്കൽ കൂടി മുട്ടി വിളിച്ചു. അകത്ത് വാതിലിന്റെ കുറ്റി താഴ്ന്ന ശബ്ദം. വാതിൽ തുറന്ന 35-നടുത്ത് പ്രായമുള്ള മീശയും താടിയുമുള്ള ഒരാൾ പുറത്തേക്കിറങ്ങി. മുന്നിൽ പോലീസിനെ കണ്ടപ്പോൾ അയാൾ ഞെട്ടിത്തരിച്ചു. മുഖത്ത് താൻ പിടിക്കപ്പെട്ടെന്ന ഭാവം. ഓടി രക്ഷപ്പെടാൻ പോലും ശ്രമിക്കാതെ വിളറിയ മുഖത്തോടെ ആ പോലീസുകാരുടെ കൽക്കലിലേക്ക് വീണു സുരേന്ദ്രൻ. കുറ്റകൃത്യം സമർത്ഥമായി മറച്ചുവെക്കാൻ തക്ക കഴിവോ കൗശലമോ ഉള്ള ആളായിരുന്നില്ല സുരേന്ദ്രൻ എന്ന ആ കൊലയാളി. അത് പോലീസിന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കി. പിടിക്കപ്പെട്ടു എന്നുറപ്പായതോടെ ഒരു കുമ്പസാരക്കുട്ടിൽ എന്ന പോലെ അയാൾ നടന്ന കാര്യങ്ങളൊക്കെയും പോലീസിന് മുന്നിൽ തുറന്നു പറഞ്ഞു. ഹൈറേഞ്ചിലെ ഒരു മഞ്ഞുകാലം. അതൊരു മഞ്ഞുകാലമായിരുന്നു. ഹൈറേഞ്ചിലെ കൊടും തണുപ്പിലേക്ക് ജോലി അന്വേഷിച്ചെത്തിയതാണ് സുരേന്ദ്രൻ.
മാവേലിക്കരയിൽ നിന്ന് വ്യത്യസ്തമായ കാലാവസ്ഥയും ഭൂപ്രകൃതിയും. ഏറെ അലഞ്ഞതിനു ശേഷം അയാൾ ഒരു എസ്റ്റേറ്റിലെ ജോലി സംഘടിപ്പിച്ചു. പക്ഷേ അപ്പോഴും സുഹൃത്തുക്കളോ പരിചയക്കാരോ ഇല്ലാത്തത് അയാളെ ഏറെ അലട്ടി. ഏകാന്തമായ ജീവിതം. ആ വിരസതയിലേക്കാണ് ആ പെൺകുട്ടി കടന്നു വരുന്നത്. കൗമാരം പിന്നിട്ട സുന്ദരി. ക്രിസ്മസ് കാലത്ത് കരോൾ സംഘത്തിനൊപ്പമാണ് ആദ്യമായി സുരേന്ദ്രൻ അവളെ കാണുന്നത്. ആദ്യ നോട്ടത്തിൽ തന്നെ ആ സൗന്ദര്യത്തിന് അയാൾ അടിമപ്പെട്ടു. പിന്നീട് അവളെ കാണാനുള്ള ശ്രമങ്ങളായിരുന്നു. പള്ളിമുറ്റത്ത്, പാൽ സൊസൈറ്റിയിൽ, കവലയിൽ, ബസ് സ്റ്റോപ്പിൽ. അങ്ങനെ പോകുന്നിടത്തെല്ലാം ആ സൗന്ദര്യത്തിന് പിന്നാലെ ഭ്രാന്തമായി അയാൾ അവളെ പിന്തുടർന്നു. തൻ്റെ ഉള്ളിലെ പ്രണയം അയാൾ അവളോട് തുറന്നു പറയാൻ തന്നെ തീരുമാനിച്ചു. അതിനൊരു സ്ഥലവും തിരഞ്ഞെടുത്തു. ഞായറാഴ്ച പള്ളി കഴിഞ്ഞു വരുന്ന വഴിയരികിൽ അയാൾ കാത്തുനിന്നു. കൂട്ടുകാരുമൊത്ത് പള്ളിയിൽ നിന്നിറങ്ങിയ അവളോട് അയാൾ തൻ്റെ പ്രണയം തുറന്നു പറഞ്ഞു. കുറച്ചുനാൾ മാത്രം കണ്ടു പരിചയിച്ച അയാളുടെ പ്രണയാഭ്യർത്ഥനയെ അവൾ അപ്പോൾ തന്നെ തള്ളിക്കളഞ്ഞു. എന്നാൽ പിന്മാറാൻ സുരേന്ദ്രൻ ഒരുക്കമല്ലായിരുന്നു. പിന്നെയും മാസങ്ങൾ കടന്നുപോയി. ഒടുവിൽ അവൾ സമ്മതമറിയിച്ചു. ഹൈറേഞ്ചിലെ ഏലമലക്കാടുകളിൽ അവരുടെ പ്രണയം അങ്ങനെ പൂവിട്ടു. തൻ്റെ ആദ്യ പ്രണയത്തെ അവൾ ആഴത്തിൽ ഉൾക്കൊണ്ടു. മലഞ്ചെരുവുകളിലും കാട്ടാറിൻ കരകളിലും ഇണപ്രാവുകളെപ്പോലെ അവർ ഒന്നിച്ചു നടന്നു. സുരേന്ദ്രനെ അവൾ പൂർണ്ണമായി വിശ്വസിച്ചു. അടുപ്പം അതിരുകൾ ലംഘിച്ചു. എല്ലാ തരത്തിലും അവർ ഒന്നായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പുറത്ത് പെരുമഴ പെയ്യുന്ന ഒരു രാത്രി അവളത് മനസ്സിലാക്കി. താൻ ഗർഭിണിയാണ്. ആദ്യം ഞെട്ടൽ തോന്നിയെങ്കിലും അവൾക്ക് ഭയം തോന്നിയില്ല. കാരണം വിവാഹം കഴിക്കാനും ഒന്നിച്ച് ജീവിക്കാനും തീരുമാനിച്ചവരാണ് താനും സുരേന്ദ്രനും. സുരേന്ദ്രൻ ഒപ്പമുള്ളപ്പോൾ എന്തിനു താൻ ഭയക്കണം? പിറ്റേന്ന് തന്നെ അവൾ സുരേന്ദ്രൻ താമസിക്കുന്ന വീട്ടിലെത്തി. സുരേന്ദ്രനോട് താൻ ഗർഭിണിയാണെന്നും ഒട്ടും വൈകാതെ തന്നെ വിവാഹിതരാകണമെന്നും അറിയിച്ചു. പക്ഷേ അങ്ങനെയൊന്നും സുരേന്ദ്രൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രണയമായിരുന്നു എന്നത് ശരി തന്നെ. പക്ഷേ വിവാഹം, ഒന്നിച്ചുള്ള ജീവിതം, ഇതൊന്നും അയാൾ ആലോചിച്ചിരുന്നേയില്ല. പ്രണയാലസ്യത്തിന്റെ നിമിഷങ്ങളിൽ താൻ അവൾക്ക് നൽകിയിരുന്ന ഉറപ്പുകളൊന്നും അയാൾക്കപ്പോൾ ഓർമ്മയുണ്ടായിരുന്നില്ല. അതുവരെ ആലോചിക്കാതിരുന്ന പലതും അയാളപ്പോൾ ആലോചിച്ചും തുടങ്ങി. മറ്റൊരു മതക്കാരിയായ പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്നത് തൻ്റെ കുടുംബത്തിൽ ഒരാളും അംഗീകരിക്കില്ല. കുടുംബത്തിന്റെ സമ്മതമില്ലാതെ ഒരു വിവാഹത്തിന് തനിക്ക് കഴിയുകയുമില്ല. അയാൾ അവളോട് ഉള്ളിലുള്ളതൊന്നും തുറന്നു പറഞ്ഞില്ല. പകരം മറ്റൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചു. ഇപ്പോൾ പെട്ടെന്ന് തനിക്ക് വിവാഹം കഴിക്കുക എന്നത് സാധിക്കുന്ന കാര്യമല്ല. അതിന് സാവകാശം വേണം. ഗർഭഛിദ്രമായിരുന്നു സുരേന്ദ്രൻ കണ്ട വഴി. പക്ഷേ അവൾക്കത് സമ്മതമായിരുന്നില്ല. തൻ്റെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനാകില്ല. അക്കാര്യത്തിൽ അവൾ ഉറച്ചു നിന്നു. കുറച്ച് ദിവസങ്ങൾ ക്ഷമിക്കൂ, നമുക്ക് ആലോചിച്ച് തീരുമാനമെടുക്കാമെന്ന് ആശ്വസിപ്പിച്ച് തൽക്കാലം സുരേന്ദ്രൻ അവളെ വീട്ടിലേക്ക് അയച്ചു. പിന്നീടുള്ള ദിവസങ്ങൾ സുരേന്ദ്രൻ ആലോചനയിൽ തന്നെയായിരുന്നു. അത് പക്ഷേ വിവാഹത്തെക്കുറിച്ചോ ഗർഭചിത്രത്തെക്കുറിച്ചോ ആയിരുന്നില്ല. തൻ്റെ കാമുകിയെ തന്നെ ഇല്ലാതാക്കുന്നതിനെ കുറിച്ചായിരുന്നു. ഒടുവിൽ അയാൾ പദ്ധതി തയ്യാറാക്കി. അവതരിപ്പിച്ചത് പക്ഷേ ഇങ്ങനെയാണ്: നമുക്ക് വിവാഹം കഴിക്കാം, പക്ഷേ ഇവിടെ വെച്ച് വേണ്ട. നമുക്ക് ആരും അറിയാതെ മാവേലിക്കരയ്ക്ക് പോകാം. അവിടെ തൻ്റെ വീട്ടിൽ വീട്ടുകാരെ കണ്ട് അവരുടെ സമ്മതത്തോടെ വിവാഹിതരാകാം. അവളെ സംബന്ധിച്ച് കാത്തിരുന്ന മറുപടിയായിരുന്നു അത്. പിന്നെ വൈകിപ്പിച്ചില്ല. സുരേന്ദ്രനൊപ്പം മലയിറങ്ങാൻ അവൾ തയ്യാറെടുത്തു. തൊട്ടടുത്ത ദിവസം ഹൈറേഞ്ചിൽ നിന്നുള്ള അവസാന ബസ്സിൽ സുരേന്ദ്രനൊപ്പം ഒരു ബാഗുമായി അവളും കയറി. ചങ്ങനാശ്ശേരിയിൽ ചെറിയമ്മയുടെ വീട്ടിൽ പോകുന്നു എന്നായിരുന്നു അവൾ അച്ഛനോടും അമ്മയോടും പറഞ്ഞത്. വിവാഹശേഷം തിരികെ എത്തി കാര്യങ്ങൾ സാവകാശം വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാം എന്നായിരുന്നു കണക്കുകൂട്ടൽ. പക്ഷേ അവളെക്കുറിച്ചും അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെക്കുറിച്ചും മറ്റു ചില കണക്കുകൂട്ടലുമായാണ് സുരേന്ദ്രൻ തന്റെ അരികത്തിരിക്കുന്നത് എന്നവൾ തിരിച്ചറിഞ്ഞില്ല. മാവേലിക്കര ബസ് സ്റ്റാൻഡ്. രാത്രി മാവേലിക്കര ബസ് സ്റ്റാൻഡിൽ അവരിരുവരും ബസ് ഇറങ്ങി. നല്ല വിശപ്പ്, നമുക്ക് ഭക്ഷണം കഴിക്കാം, സുരേന്ദ്രൻ അവളോട് പറഞ്ഞു. ഇരുവരും ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. നമുക്കിനി ഒരു സിനിമയ്ക്ക് പോയാലോ എന്നായി സുരേന്ദ്രൻ.
വീട്ടിൽ പോകാൻ വൈകില്ലേ എന്ന അവളുടെ ചോദ്യത്തോട് അതൊന്നും സാരമില്ലെന്നായിരുന്നു സുരേന്ദ്രന്റെ മറുപടി. അങ്ങനെ ഇരുവരും ഒരു സിനിമാ തിയേറ്ററിലേക്ക് കയറി. സിനിമ കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോൾ സമയമേറെ വൈകി. നമുക്ക് വീട്ടിൽ പോകണ്ടേ എന്ന അവളുടെ ചോദ്യം. നേരം ഇത്രയായില്ലേ, ഈ അസമയത്ത് എന്തു പറഞ്ഞ് നിന്നെ വീട്ടിൽ ഞാൻ കൊണ്ടുപോകും എന്നായി സുരേന്ദ്രൻ. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി എവിടെ താമസിക്കും? അവൾക്ക് പിന്നെയും ആശങ്ക. സാരമില്ല, ഇവിടെ അടുത്തൊരു സ്കൂളുണ്ട്, നമുക്കിന്ന് അവിടെ കഴിയാമെന്നായി സുരേന്ദ്രൻ. അയാൾ പറയുന്നത് അനുസരിക്കുക മാത്രമേ അവൾക്ക് നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവരിരുവരും അടുത്തുള്ള സ്കൂളിലേക്ക് നടന്നു. അരണ്ട വെളിച്ചം മാത്രമുള്ള സ്കൂൾ മുറ്റത്ത് നിന്ന് ഇരുവരും ഒരു ക്ലാസ് മുറിക്കുള്ളിലേക്ക് കയറി. സുരേന്ദ്രൻ ബാഗിൽ കരുതിയിരുന്ന മെഴുകുതിരി ഒരു ഡെസ്കിൽ കത്തിച്ചു വെച്ചു. ആ മെഴുകുതിരി നാളത്തിൽ അയാൾ പ്രേമപൂർവ്വം അവളെ നോക്കി. അവൾ നാണിച്ചു തലകുനിച്ചു. അയാൾ അവളുടെ കൈപ്പടം കയ്യിലെടുത്ത് അമർത്തി ചുംബിച്ചു. തന്നിലേക്ക് അവളെ ചേർത്ത് പിടിച്ചു. പ്രിയപ്പെട്ടവന്റെ കരവലയത്തിൽ താൻ സുരക്ഷിതയെന്ന് അവൾ അപ്പോഴും വിശ്വസിച്ചു. ആ തണുപ്പിൽ അവർ ഒരിക്കൽ കൂടി ഒന്നിച്ചു. പുറത്തൊരു പെരുമഴ പെയ്തു തോർന്നു. ഒന്നായതിന്റെ ആലസ്യത്തിൽ അവൾ ആ സിമന്റ് തറയിൽ കിനാക്കൾ കണ്ടു കിടന്നു. പെട്ടെന്നാണ് സംഭവിച്ചത്. സുരേന്ദ്രൻ അവൾ ഉടുത്തിരുന്ന സാരിയുടെ മുന്താണിയെടുത്ത് അവളുടെ കഴുത്തിൽ കുരുക്കിട്ടു. ആദ്യം തമാശയെന്ന് അവൾ കരുതി, പക്ഷെ ആ കുരുക്ക് മുറുക്കുകയായിരുന്നു. അവൾക്ക് ശ്വാസം മുട്ടി. സുരേന്ദ്രൻ വീണ്ടും കഴുത്തു ഞെരിച്ചു. മരണവെപ്രാളത്തിൽ അവൾ അയാളുടെ തലമുടിയിൽ പിടിച്ചു വലിച്ചു. മുഖത്ത് നഖങ്ങൾ കൊണ്ട് മാന്തി. പക്ഷേ സുരേന്ദ്രന്റെ കരുത്തിനു മുന്നിൽ അവൾക്കേറെ നേരം പൊരുതി നിൽക്കാനായില്ല. കാമുകനെ വിശ്വസിച്ച് ഇറങ്ങിപ്പുറപ്പെട്ട അവൾ കാമുകന്റെ കൈകൾ കൊണ്ട് തന്നെ പിടഞ്ഞു മരിച്ചു. സുരേന്ദ്രൻ പിന്നെ അവിടെ നിന്നില്ല. വേഗം തന്നെ അവിടെ നിന്നും മടങ്ങി. മാവേലിക്കർ ബസ് സ്റ്റാൻഡിലേക്ക് പുറപ്പെട്ടു. ഒന്നും അറിയാത്ത പോലെ ഒരു സിഗരറ്റും പുകച്ച് ഹൈറേഞ്ചിലേക്കുള്ള വണ്ടി കാത്തു നിന്നു. എൺപതുകളിൽ നടന്ന സംഭവമാണ്. എങ്കിലും തെളിവെല്ലാം കൃത്യമായി ശേഖരിക്കുന്നതിൽ ഫോറൻസിക് സർജൻ ഡോക്ടർ ബി ഉമദത്തൻ കാണിച്ച വൈദഗ്ധ്യം ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രതി കുറ്റം സമ്മതിച്ചതോടെ പോലീസിന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവുകയായിരുന്നു. അന്ന് രാത്രി തന്നെ സുരേന്ദ്രനുമായി പോലീസ് മാവേലിക്കരയിലെത്തി. പ്രതിയെ ഉടൻ തന്നെ ആലപ്പുഴ ഫോറൻസിക് മെഡിസിൻ ലബോറട്ടറിയിൽ കൊണ്ടുവന്ന് അയാളുടെ മുറിവുകളും മറ്റും പരിശോധിക്കുകയും ചെയ്തു. അത് നഖം കൊണ്ടുണ്ടായ മുറിവാണെന്ന് വ്യക്തമാവുകയും ചെയ്തു. അങ്ങനെയാണ് ഈ കേസ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടത്. എന്തായാലും അപ്പോഴും പോലീസിന് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ടായിരുന്നു. സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് മാറി ആ ചെടിയുടെ ചുവട്ടിൽ പെൺകുട്ടിയുടെ ബാഗ് വന്നത് എങ്ങനെയാണ്? സുരേന്ദ്രൻ ചതിക്കുകയാണെന്ന് അവൾ അവസാന നിമിഷം മനസ്സിലാക്കിയിരുന്നു. തൻ്റെ ഫോട്ടോ ഉള്ള ആ ബാഗ് ആ ക്ലാസ് മുറിക്കുള്ളിലേക്ക് കയറും മുൻപ് അവൾ ആ ചെടിച്ചൂട്ടിൽ വച്ചതാകുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. എന്താണ് എന്നറിയില്ല. പക്ഷേ ആ ബാഗും അതിനുള്ളിലെ ഫോട്ടോയുമാണ് ഇരയിലേക്കും പിന്നാലെ പ്രതിയിലേക്കും എത്താൻ പോലീസിനെ സഹായിച്ചത്. നാളെ മറ്റൊരു കേസുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.